ജമ്മുകാശ്മീരിലെ കിഷ്തൂറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. 2 ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരർ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. കത്വ ജില്ലയിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പാക് നുഴഞ്ഞുകയറ്റക്കാരനെ BSF വധിച്ചു. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. പറയൂ ബൽറാം. SKN ജമ്മു കശ്മീരിലെ കിഷ്തൂറിൽ ഏറ്റുമുട്ടൽ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് ഈ മേഖലയിൽ 2 ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ ഈ സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത്. സുരക്ഷാ സേന തിരിച്ചടിച്ചതോടെ ഭീകരർ വീണ്ടും ഉള്ളിലേക്ക്, ഇതൊരു വനമേഖലയാണ്, ഈ വനത്തിനുള്ളിലേക്ക് ഒളിക്കുകയായിരുന്നു. മേഖലയിൽ എന്തായാലും കൂടുതൽ സൈനികരെ എത്തിച്ച് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരായ റിയാസ് അഹമ്മദ്, മുദാസർ അഹസാരി എന്നീ ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം. ഇരുവരുടെയും തലയ്ക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഈ ഭീകരർ 2 പേരും കാലങ്ങളായി ഈ മേഖലയിലുള്ള ഡൂൾ മേഖലയിലെ പാറക്കെട്ടുകൾക്കുള്ളിലെ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ടിംഗ് അടക്കമുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് എന്നുമുള്ള വിവരമാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ കൈവശം വലിയ ആയുധശേഖരം തന്നെയുണ്ട് എന്നുള്ള രഹസ്യ വിവരവും ലഭിച്ചിട്ടുണ്ട്. മേഖലയിലേക്ക് പ്രത്യേക പാരാ കമാൻഡോകളെ ഉൾപ്പെടെ വിന്യസിച്ച് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം കത്വയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമാണ് ഇന്നലെ ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ BSF വധിച്ചത്. ഇയാൾ അന്താരാഷ്ട്ര അതിർത്തി മുറിച്ചു കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ പലതവണ BSF മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇയാൾ അക്രമോത്സുകതയോടെ മുന്നോട്ട് വരികയായിരുന്നു എന്നും തുടർന്നാണ് ഇയാൾക്ക് നേരെ വെടിവെച്ചത് എന്നുമാണ് സുരക്ഷാ BSF അറിയിക്കുന്നത്. ഈ നുഴഞ്ഞുകയറ്റത്തിന് പാക് റേഞ്ചേഴ്സിന്റെ പിന്തുണയുണ്ട് എന്നുമാണ് BSF വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ BSF പാക് റേഞ്ചേഴ്സിനെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.